ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാളയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 സവാള ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഒരുപാട് വഴഞ്ഞങ്ങ് വരേണ്ട കാര്യമൊന്നുമില്ല. അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ചെറുതായിട്ടൊന്നിങ്ങനെ വാടി വന്നാൽ മതി. അത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ മസാലപ്പൊടിയുടെ ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് തന്നെ കറുത്ത കടല ഉപയോഗിച്ചിട്ടും ഇങ്ങനെ തന്നെ ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിൽ കടലയിൽ പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി അത് യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരുപാട് കറിയായിട്ട് ഉണ്ടാക്കുന്നില്ല. ഈ കടല ഒന്ന് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കടല മുകളിൽ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുക്കർ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. ഓരോരുത്തരുടെ കുക്കറിലെ വിസിലും ഓരോ ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേവുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിവിടെ 4 വിസിലാണ് അടിച്ചിരിക്കുന്നത്. കറക്റ്റ് നല്ല രീതിയിൽ തന്നെ കടലയൊക്കെ വെന്ത് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് ഈ കറി. ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.